എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നൊരു ഒരു കുഞ്ഞു വ്ളോഗാണ്, ഷോർട്സ് ആയിട്ടല്ല, വ്ളോഗായിട്ടാണ് ഇടുന്നത്. കാരണം ഷോർട്സ് ആയിട്ട് എടുക്കേണ്ട കണ്ടന്റ് ആയിരുന്നു, പക്ഷെ നമ്മളിത് ലോങ് ആക്കിയത് കൊണ്ട് ലോങ് വീഡിയോ ആക്കിയതല്ല ആയതുകൊണ്ട്. അപ്പൊ ഇന്ന് ഞാനൊരു ജൂനിയർ കുട്ടീന്റെ കൂടെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോയതാ. അപ്പൊ ഓൾ കുറച്ച് ലിങ്ക് ഒക്കെ കണ്ടുപിടിച്ച് ഒരു ഉസ്ബെക്കിസ്ഥാൻ റെസ്റ്റോറന്റ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ പോയി സെറ്റായി. പിന്നെയാണ് ഞാൻ ഇവിടെ എത്തിയപ്പോഴ കാര്യം മനസ്സിലായത്, ഈ റെസ്റ്റോറന്റ് എനിക്ക് മുന്നേ പോയി പരിചയമുണ്ട്, പുതിയതൊന്നും അല്ല എന്നുള്ളത്. പേരും കുറച്ച് കാർട്ടൂണും മാറ്റി നമ്മളെ പറ്റിച്ച്. എനിക്ക് ലൈറ്റ് ഇല്ല. ഞാനും ഇയാളും കൂടെ ഫുഡ് കഴിക്കാൻ വന്നതാ. കുറച്ച് കാര്യം പ്ലാൻ ചെയ്യുന്നു, പോവാന്ന് അങ്ങനെയാണ് പോവാൻ പ്ലാൻ ചെയ്ത്. ഒരു സ്ഥലം, പുതിയ സ്ഥലം എന്നൊക്കെ പോലെ കണ്ടുപിടിച്ച് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതന്നെയല്ലേ ആ സ്ഥലം എന്നുള്ളത്. പേര് മാറ്റിയതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. കയറി വന്നപ്പം സ്ഥലം ഫുൾ സെയിം. പണ്ടത്തെ കാരവാൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. വെറും പേര് മാറ്റി പേരെന്താ ഇപ്പത്തെ പേര് മാത്രം മാറ്റിയിട്ട് ഒരു വ്യത്യാസമില്ല, ഒരു മെനു ഒരു വ്യത്യാസമില്ല. ഈ ഒരു പേര് മാത്രം മാറ്റി. ചൈഖാന ഹയത്ത്, പണ്ടത്തെ കാരവൻ, ഒരു വ്യത്യാസമില്ല സാധനം. കുഴപ്പമില്ല. എന്തായാലും ഫുഡ് നമ്മൾ പിലാഫ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഓർഡർ ചെയ്തത്. സോഫ്റ്റ് മീറ്റ് ആയിരുന്നു കേട്ടോ. ക്വാണ്ടിറ്റി ഒക്കെ കുറവായിരുന്നു, പക്ഷെ എന്നാലും സോഫ്റ്റ് മീറ്റ് ആയിരുന്നു. ഈ സ്ഥലത്ത് ഞാൻ 2 കൊല്ലം മുന്നേ വന്നത്. എനിക്ക് വലിയ ഓർമ്മയൊന്നും ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഫുഡ്. പണ്ട് വന്നപ്പോൾ ഫുഡിനകത്ത് സംതൃപ്തി കാണിക്കാത്തതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അതിന്റെ ആംബിയൻസ് ഒക്കെ സെറ്റ് ആട്ടോ. എന്തായാലും കുറച്ച് തൊപ്പിയൊക്കെ ഇട്ട് ഷൈൻ ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത പ്രയാണത്തിലേക്ക് കടന്നു. പിന്നെ മോൾഡോവ, പിന്നെ തുർക്കി, പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെത്. ഇറ്റലിയാണോ? അതോ ഇറ്റലി അല്ലേ? അടുത്ത് അത് റൊമേനിയ. അടുത്ത് ഉക്രൈൻ. പിന്നെ UK. മോൾഡോവ. മറ്റത് എന്താ അറിയായിരുന്നു? US, ഉക്രൈൻ, തുർക്കി. മറ്റത് എന്താന്ന് അറിയുന്നുണ്ടല്ലോ. മറ്റേത് റൊമേനിയ. റൊമേനിയ. ജർമ്മനി അല്ലേ അത്? ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ, ഇസ്രായേൽ തോന്നുന്നു. പിന്നെ ഞങ്ങള് ഒരു പള്ളിയിൽ കയറി. ഞാൻ പള്ളിയിൽ അങ്ങനെ പൊതുവെ പോവാറൊന്നുമില്ല, പെട്ടെന്ന് എന്തോ തോന്നി, അപ്പൊ പോയി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്റെയും അവരുടെയും ഫേവറേറ്റ് ബബിൾ ടീ സ്പോട്സ് ഇൻ മോൾഡോവ. ഞാൻ ബബിൾ മിൽക്കാണ് കുടിക്കാറ്. കോഫി എനിക്ക് കുടിക്കാനേ പറ്റൂല. ചായ എനിക്ക് ബബിൾ ടീ കുടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ബബിൾ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ വി ഓർഡർ ടാരോ, അതാണ് എന്റെ ഫേവറേറ്റ്, ആൻഡ് ബ്രൗൺ ബ്രൂലി. Boba is my language. Boba is my love language. Did you guys notice that stripes in the background and my t-shirt are almost similar? Literally coincidence ആണ്. ഞാൻ പാവ പോകണം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല, പക്ഷെ ഇറ്റ് വാസ് ഗുഡ്. അതിനിടയ്ക്ക് എനിക്ക് ഇന്നാണെങ്കിൽ അവിടെ നിന്ന് കുറെ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ വിളിക്കാത്ത ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ പാവ വിട്ടു. പിന്നെ നമ്മളിങ്ങനെ സെന്ററിൽ കൂടെ നടക്കുമ്പോഴാണ് ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ഏതോ ആഡ് ഷൂട്ട് എന്തോന്ന് തോന്നുന്നു. ഞാൻ ആദ്യം വിചാരിച്ച കാലം തെറ്റി വന്ന ക്രിസ്മസ് അപ്പൂപ്പനാണെന്ന്, പക്ഷെ എന്നാലും എന്തോ ഒരു ആഡിലോ എന്തോ ആണ്. അങ്ങനെ ഞങ്ങൾ ബോൺചോർ കഫേന്റെ കൂടെ നടന്നപ്പം ബസ് എടുക്കാന്ന് വിചാരിച്ച് പിന്നെ വെച്ച് വേണ്ട, എന്തായാലും കുറച്ചുകൂടെ നടന്ന് നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്തെത്തും, പിന്നെ അതും കൂടെ കണ്ടിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. ആ കട അടച്ചു പൂട്ടിക്കാനുള്ള ധൈര്യത്തോണ്ടാണ് നമ്മൾ പോയത്. എപ്പോഴാന്നല്ല വരുന്നില്ല, എനിക്ക് ഇഷ്ടമല്ലേ സ്ഥലം. പിന്നെയും നടന്ന് നമ്മൾ ലെഫ്റ്റ് ഹോൾ സ്റ്റോർ നമ്പർ 1 നമ്പർ 1 പച്ചക്കായ ഞാൻ കണ്ടു. അപ്പൊ ഞങ്ങൾ എടുത്ത്. പച്ചക്കായ വല്ലപ്പോഴേ കിട്ടുമല്ലോ, അതുകൊണ്ടൊരു ഒതുക്കങ്ങ് എടുത്ത്. പിന്നെ മല്ലിയല്ല, ഒരു കടയിലും ഞാൻ ഈ സാധനം കാണില്ല. ആടെ തന്നെ ആകെ ഒരൊറ്റ പീസ് ഉണ്ടായത്, അപ്പൊ തന്നെ ഞങ്ങൾ എടുത്ത്. പിന്നെ അടുത്ത പരീക്ഷണം കൊമ്പൂച്ച. വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ കുടിച്ച്. ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലോ എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മാളിൽ പോയപ്പോൾ അവിടെ സ്കിന്നിന്റെ ടെസ്റ്റ് എടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു, ഫ്രീ. അത് കണ്ടപ്പോ പിന്നെ മലയാളികളാണല്ലോ, ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചൊക്കെ പോയി ട്രൈ ചെയ്ത്. എന്റെ ഫേഷ്യൽ സ്കിൻ ചെയ്തതിനു ശേഷം അവളും ചെയ്തു. റിസൾട്ട് QR കിട്ടി. അപ്പൊ സമയം രാത്രി 10:30 കഴിഞ്ഞു. നമ്മള് 10:30 കാരവാനില് പോയത് ബസ്സിലാ, പക്ഷെ നമ്മൾ തിരിച്ചു വന്ന് ഫുള്ള് നടന്നിട്ടാ. നമ്മൾ അവിടെ ഇവിടേക്കോ വഴിയിൽ കൂടെ നടന്ന് എൻ്റെ ഫോൺ അപ്രതീക്ഷിതമായി റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിൽ ഓഫായി പോകും, ചാർജ് ഇല്ല. അപ്പോൾ ഞാൻ വേണ്ടി വീട്ടിൽ ചാർജ് ചെയ്യണം. പിന്നെ 10:30 കഴിഞ്ഞു. നമ്മൾ നടന്ന് എത്തി. കാരവാൻ എവിടെയാണെന്ന് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ
സെൻട്രലാണ്. സെൻട്രിൽ നിന്ന് നമ്മൾ വേറൊരു വഴി കൂടെ നടന്ന് നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്ത്, ഞാൻ ഓവറോട് പറയാം, വർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെ പോയി, അത് കഴിഞ്ഞ് എവിടെയോ പോയി, പിന്നെ മോള് വഴി മോളുടെ അകത്ത് കയറി സ്കിൻ ടെസ്റ്റ് ചെയ്തു. സ്കിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അലീന കൂടെ നടന്ന്. സോ യാ, ഗുഡ് നൈറ്റ്. നല്ല ദിവസമായിരുന്നു. അപ്പം നമ്മളങ്ങനെ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഒരു പങ്ക് കിട്ടിയ സാധനം നമ്മൾ യൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? തിന്നാൻ പോയി